എറണാകുളം കോതമംഗലത്ത് മ്ലാവ് ഓട്ടോറിക്ഷയിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഓട്ടോ ഡ്രൈവർക്ക് ദാരുണാന്ത്യം. മാമലക്കണ്ടം സ്വദേശി വിജിൽ നാരായണനാണ് മരിച്ചത്. ഇന്നലെ രാത്രി കോതമംഗലം കളപ്പാറയിലാണ് സംഭവം. ഇന്നലെ സംഭവിച്ചത് രാത്രി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയ ഓട്ടോറിക്ഷയ്ക്ക് വട്ടം മ്ലാവ് ചാടിയതാണ്. മ്ലാവ് വണ്ടി മറിയുകയും ഒരാൾ മരണപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഇവിടെ വന്യമൃഗശല്യം രൂക്ഷമാണ്. ഈ പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ സ്ഥിരമായി ആനയുടെ സാന്നിധ്യമുണ്ട്. മറ്റു വന്യമൃഗങ്ങളുണ്ട്, മ്ലാവ്, കേഴ, മാൻ മുതലായവ. ഇത് സന്ധ്യാസമയമായി കഴിഞ്ഞാൽ റോഡിന്റെ ഇരുവശത്തും നിൽക്കുകയും വണ്ടിയുടെ വെട്ടം കാണുമ്പോൾ നേരെ വണ്ടിയുടെ മുമ്പിലേക്ക് ചാടുകയും ചെയ്യും. ഏറ്റവും കൂടുതൽ അപകടം സംഭവിക്കുന്ന ടൂ വീലർ സഞ്ചരിക്കുന്ന ആളുകൾക്കാണ്. കൂടാതെ ഓട്ടോറിക്ഷ, മറ്റു വലിയ വാഹനങ്ങൾക്ക് വരെ ഇതുപോലെ അപകടം. ഇതിനു മുമ്പും മരണം ഉണ്ടായിട്ടുണ്ട്. ഇവിടെ തൊട്ടടുത്ത് തന്നെ ഇതുപോലെ മ്ലാവ് വട്ടം ചാടി. കൂടാതെ അനേകം പേർക്ക് ഇതിന് അപകടം പറ്റിയിട്ടുണ്ട്. ഈ വന്യമൃഗശല്യത്തിനെതിരെ ഇവിടെ അതിശക്തമായ പ്രതിഷേധം പല സമയങ്ങളിലും ഉണ്ടായിട്ടുണ്ടെങ്കിലും ശക്തമായ നടപടികളൊന്നും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. ഈ മ്ലാവ് വട്ടം ചാടുന്നതിന് എതിരായിട്ട് ഈ റോഡിന്റെ ഇരു സൈഡിലും ഈ മുള്ളുവേലി എന്തെങ്കിലും വലിച്ച് ഇതിനൊരു ശാശ്വത പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു പലതവണ. പക്ഷെ ഇതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല. ശക്തമായ നടപടികൾ ഉണ്ടാവണം, അല്ലെങ്കിൽ ഇതിനെതിരെ സമരം ചെയ്യേണ്ടതായിട്ട് വരും. റിനു ശ്രീധർ നൽകും വിവരങ്ങൾ. റിനു, മ്ലാവിടിച്ച് ഈ അപകടം എങ്ങനെയാണ് ഉണ്ടാകുന്നത്? മറ്റാർക്കെങ്കിലും പരിക്കുകളുണ്ടോ? രോഗിയുമായി മാമലക്കണ്ടത്തിൽ നിന്ന് കോതമംഗലത്തേക്ക് വരുമ്പോൾ ഇന്നലെ രാത്രി കളപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് അപകടമുണ്ടായത്. മാമലക്കണ്ട സ്വദേശി പറമ്പിൽ വിജിൽ നാരായണനാണ് മരിച്ചത്. 41 വയസ്സാണ് അദ്ദേഹത്തിന്. കീരമ്പാറ പഞ്ചായത്തിലെ പുന്നേക്കാട് തട്ടേക്കാട് റോഡിൽ കളപ്പാറ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാണ് അപകടം ഉണ്ടായിട്ടുള്ളത്. ഓട്ടോറിക്ഷയുടെ മുന്നിലേക്ക് മ്ലാവ് എടുത്ത് ചാടുകയായിരുന്നു എന്നുള്ളതാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആളുകളും പറയുന്നത്. 3 പേരാണ് ഈ വിജിലിനൊപ്പം ഈ ഓട്ടോറിക്ഷയിൽ ഉണ്ടായിരുന്നത്. രാത്രി അപകടം പറ്റിയ ഒരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുകയായിരുന്നു ഈ ഓട്ടോറിക്ഷ. പെട്ടെന്നാണ് ഈ മ്ലാവ് ഓട്ടോയിലേക്ക് എടുത്തു ചാടുന്നതും ഈ വാഹനം മറിയുകയും ചെയ്തത്. ഓട്ടോറിക്ഷ ഈ വിജിലിന്റെ ശരീരത്തിലേക്ക് വീണാണ് അപകടം ഉണ്ടായത്. ഉടൻ തന്നെ നാട്ടുകാരും ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നവരും എല്ലാം തന്നെ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിക്കാൻ ശ്രമിച്ചിരുന്നു. പക്ഷേ സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരണം നടന്നു എന്നുള്ളതാണ്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പോലീസും സംഭവ സ്ഥലത്ത് ഉണ്ട്. ഇപ്പോൾ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലാണ് അദ്ദേഹത്തിന്റെ മൃതദേഹം ഉള്ളത്. ഇതിന്റെ മൃതദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് എത്തിച്ച് അവിടെ നിന്ന് പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുമെന്ന് ആണ്. ഭാര്യയും 2 ചെറിയ കുട്ടികളും അടങ്ങുന്ന കുടുംബമാണ് ഈ വിജിലിന്റേത് എന്നുള്ളതാണ്. ഈ സ്ഥലത്ത് നേരത്തെ ഇത്തരത്തിൽ മ്ലാവ് കുറുകു ചാടി വാഹനാപകടം ഉണ്ടാവുകയും ഒരാൾ മരിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. പല ദിവസങ്ങളിലായി വനം വകുപ്പിന് ഈ പ്രദേശത്ത് കമ്പിവേലി ഉൾപ്പെടെ ഇടണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പരാതികളൊക്കെ കൊടുത്തിരുന്നെങ്കിലും ഇതുവരെയും അങ്ങനൊരു ഇടപെടൽ സർക്കാരിന്റെ ഭാഗത്തുനിന്നോ വനം വകുപ്പിന്റെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ലെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. ബാരിഷ, ശരി. കോതമംഗലത്താണ് മ്ലാവ് ഓട്ടോയിൽ ഇടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചിരിക്കുന്നത്. റിനു ശ്രീധർ വിവരങ്ങൾ നൽകുകയായിരുന്നു.